ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലഡ് റിലേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ ആൻഡ് ബി ആർ ബ്രദേഴ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എയും ബിയും ബ്രദേഴ്സ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡയഗ്രാം വരച്ചു നോക്കാം. എയും ബിയും എന്താണ്? ബ്രദേഴ്സ് ആണ്. അപ്പം നമുക്ക് മെയിലിന് പോസിറ്റീവാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ബ്രദേഴ്സ് ആണെന്നുള്ള ഒരു ലൈൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? സി ആൻഡ് ഡി ആർ സിസ്റ്റേഴ്സ്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കൊടുത്തിട്ടുള്ളത് എന്താണ്? സിയും ഡിയും സിസ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് വരയ്ക്കാം. സിയും ഡിയും സിസ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? എസ് സൺ ഈസ് ഡീസ് ബ്രദർ. മൂന്നാമത് കൊടുത്ത എന്താണ്? എന്റെ സണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിന്റെ ബ്രദർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. എ മാരേജ് ചെയ്താണ്, എക്ക് ഒരു കുട്ടിയുണ്ട്. എന്റെ സണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിന്റെ ബ്രദർ ആണ്. അപ്പൊ നമുക്ക് സണ്ണ് വേറെ എസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് പ്ലസ് ആയിരിക്കും, മെയിലാണ്. അത് കഴിഞ്ഞിട്ട് അതെന്താണ്? ഡിന്റെ ബ്രദർ ആണ് എയുടെ സണ്ണ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് ഡി ഇവിടെ കൊടുക്കാലോ. ഡി ഇവിടെ വരും. അതേപോലെ തന്നെ സിയും ഡിയും സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ സി ഇവിടെ വരും. അപ്പോൾ എന്താണ്? എന്റെ മക്കളാണ്, അതായത് കൊടുത്തിട്ടില്ല, അൺനോൺ ആയിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഡിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു സി? അതായത് ഡി എങ്ങനെ സിയുമായിട്ട് റിലേഷൻ വരുന്നു? എന്താണ് റിലേഷൻ വരുന്നത്? സിക്ക് ആരാണ് ബി? അച്ഛൻ്റെ അനിയൻ. അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ അങ്കിളല്ലേ വരിക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി അങ്കിളാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? എ ഈസ് സൺ ഓഫ് സി വൈൽ സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ് ടു വൺ അനദർ. എ എന്താണ്? സിന്റെ സണ്ണാണ്. അത് നമുക്ക് വരയ്ക്കാലോ. സി എ എന്ന് പറയുമ്പോൾ എന്താണ്? മകനാണ്. പിന്നെ സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ് ടു വൺ അനദർ. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്, സിയും ക്യൂവും. അത് നമുക്ക് വരയ്ക്കാം. ക്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇസഡ് ഈസ് ദ മദർ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ മദർ ആരാണ്? ക്യൂവിൻ്റെ സിൻ്റെ മദർ. രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ? ആരാണ്? ഇസഡ്. അപ്പോൾ നമുക്ക് ഇസഡ് കൊടുക്കാം. ഇസഡും ആരാണ്? മദറാണ്. അതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കും. ഇഫ് പി ഈസ് ദ സൺ ഓഫ് ഇസഡ്. പിന്നെ നമുക്ക് വേറൊരു ഇതും കൂടെ തന്നിട്ടുണ്ട്. ഇസഡിന് ഒരു സണ്ണ് വരുന്നുണ്ട്, അത് പി. ഇഫ് പി ഈസ് ദ സൺ ഓഫ് ഇസഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റായി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ക്യൂ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് എ. വരില്ലല്ലോ. ക്യൂ എന്താണ്? ക്യൂവും സിയും സിസ്റ്റേഴ്സാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നുള്ളത് ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പി ഈസ് ദ മറ്റേണൽ അങ്കിൾ ഓഫ് എ. പി എന്താണ്? എയുടെ അമ്മയുടെ സഹോദരനാണ്. അപ്പോൾ മറ്റേണൽ അങ്കിൾ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, പി ഈസ് ദ മറ്റേണൽ അങ്കിൾ ഓഫ് എ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം.
അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? പോയിന്റിങ് അറ്റ് എ ഫോട്ടോ ദിനേശ് സെഡ്. അതായത് ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്, നമുക്ക് പീന്ന് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദിനേശ് എന്താണ് പറഞ്ഞത്? ഹീസ് ഫാദർ ഈസ് ഓൺലി സൺ ഓഫ് മൈ മദർ. അപ്പോൾ നമുക്ക് ഫോട്ടോയിലൊരു വ്യക്തി തന്നിട്ടുണ്ട്, അയാളൊരു ആണാണ്, ഹീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹീസ് ഫാദർ ഈസ്, അപ്പോൾ നമുക്ക് ഫാദറിനെ വരയ്ക്കാം, എഫ് എന്ന് കൊടുക്കാം. ഫാദർ ഈസ് ഓൺലി സൺ ഓഫ് മൈ മദർ. അപ്പം നമുക്ക് മൈ എന്ന് പറയുമ്പോൾ പറയുന്ന ആള് ദിനേശ്. ദിനേശിന് മദർ ഉണ്ട്, എം കൊടുക്കാം. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് സെന്റൻസ് ഒന്ന് നോക്കി നോക്കിയാലോ. ഹീസ് ഫാദർ ഈസ് ഓൺലി സൺ ഓഫ് മൈ മദർ. എൻ്റെ, അതായത് ദിനേശിന്റെ അമ്മയുടെ ഒറ്റ മോനാണ് ആര്? ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ ഫാദർ. അപ്പോൾ ഇതാരാണ്? ഒറ്റ മോൻ എന്ന് പറയുമ്പോൾ ആരാണ് വരാൻ ചാൻസ്? ദിനേശ് തന്നെയാണ്, ദിനേശിന്റെ മോനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ദിനേശ് സൺ അല്ലേ? ദ ഫോട്ടോ ബിലോങ് ടു ദിനേശ് സൺ. ഓപ്ഷൻ ഡി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിന്ന് 4 ക്വസ്റ്റ്യനെ നോക്കുന്നുള്ളൂ. ലുക്കിംഗ് അറ്റ് എ പോർട്രേറ്റ് ഓഫ് എ മാൻ, സഞ്ജയ് സെഡ് ഹീസ് മദർ ഈസ് ദി വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ഹാവ് നോൺ. അറ്റ് ഹൂസ് പോർട്രേറ്റ് വാസ് സഞ്ജയ് ലുക്കിംഗ്. സഞ്ജയ് ഏത് പോർട്രേറ്റാണ് നോക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സഞ്ജയ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹീസ് മദർ ഈസ് വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. അപ്പോൾ സഞ്ജയിനെ നമുക്ക് ആദ്യം വരയ്ക്കാം. സഞ്ജയിൻ്റെ എന്താണ്? ഫാദർ ഉണ്ട്, ഫാദറിന് ഒരു മകനുണ്ട്, വേറെ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക, അറിയില്ല. ഹീസ് മദർ എന്ന് പറയുമ്പോൾ ആരാണ്? മദർ വന്നു, ഇതാണ് ഫോട്ടോയിലുള്ള വ്യക്തി. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയില്ലേ? ഹീസ് മദർ ഈസ് വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. അപ്പോൾ നോക്കി നോക്കാം, സഞ്ജയിൻ്റെ ഫാദറിന് ഒരു മകനുണ്ട്, മകൻ്റെ സണ്ണിൻ്റെ വൈഫാണ് ഹീസ് മദർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ഹാവ് നോൺ. അതായത് എനിക്ക് ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ല. അപ്പോൾ സഞ്ജയ് തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ സഞ്ജയ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഈ ഫോട്ടോയിലുള്ളത് ആരാണ്? സഞ്ജയിൻ്റെ മകനല്ലേ വരിക? മകൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.